ഹലോ എവരിവൺ. HSA നാച്ചുറൽ സയൻസ് എക്സാമിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഇത് +1 ബയോളജിയിൽ ദ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ടോപ്പിക്കാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോമൻക്ലേച്ചർ എന്താണെന്ന് നോക്കാം. ദ നെയിമിംഗ് ഓഫ് ലിവിങ് ഓർഗാനിസം ദാറ്റ് എ പർട്ടിക്കുലർ ഓർഗാനിസം ഈസ് നോൺ ബൈ ദ സെയിം നെയിം ഓൾ ഓവർ ദ വേൾഡ് ഈസ് കാൾഡ് നോമൻക്ലേച്ചർ. അതായത് ഒരു ലിവിങ് ഓർഗാനിസം, ജീവനുള്ള ഒരു വസ്തുവിനെ ലോകം മുഴുവൻ ഒരു സെയിം നെയിമിലായിരിക്കും അറിയപ്പെടുന്നത്. ആ ഒരു പേരിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നെയിം ഒരു ഓർഗാനിസത്തിന് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമുക്ക് നോമൻക്ലേച്ചർ എന്ന് പറയാം. ദ നെയിമിംഗ് ഓഫ് ലിവിങ് ഓർഗാനിസം ദാറ്റ് എ പർട്ടിക്കുലർ ഓർഗാനിസം ഈസ് നോൺ ബൈ ദ സെയിം നെയിം ഓൾ ഓവർ ദ വേൾഡ്. ലോകം മുഴുവൻ ഒറ്റ പേരിൽ ഒരു ഓർഗാനിസം അറിയപ്പെടുന്നു. ആ ഒരു പേര് നൽകുന്ന ആ ഒരു പ്രോസസ്സിന് നോമൻക്ലേച്ചർ എന്ന് പറയാം. Nomenclature or naming is possible when the organism is described correctly and is called identification. അപ്പോൾ ഈ ഒരു നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ആ ഒരു നെയിമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഓർഗാനിസത്തിനെ ശരിയായ രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യണം. അതിനെക്കുറിച്ച് അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ശരിയായ രീതിയിൽ വിവരിക്കാൻ പറ്റണം. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രോസസ്സസാണ്, ഒന്ന് ഐഡൻറ്റിഫിക്കേഷനും ഒന്ന് നോമൻക്ലേച്ചർ. ഇനി ഈ പ്ലാന്റ്സിനെയും അനിമൽസിനെയും കുറേ റൂൾസ് അനുസരിച്ചിട്ടാണ് അതിന് എന്ത് നൽകുന്നത്, ഈ ഒരു നോമൻക്ലേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെയിമിംഗ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ്സിന് ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുന്നത് ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ICBN-ഉം, അനിമൽസിൻ്റെ കേസിൽ വരുമ്പോൾ ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ ICZN ആണ് വരുന്നത്. The scientific names ensure that each organism has only one name. അപ്പോൾ ഈ ഒരു സയൻറ്റിഫിക് നെയിം എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞത്, ഓരോ ഓർഗാനിസത്തിന് ഒറ്റ പേര് മാത്രമേ, സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് പല സ്ഥലങ്ങൾ മാറുന്ന അനുസരിച്ചിട്ട് അതിൻ്റെ ലോക്കൽ നെയിം മാറാം, പക്ഷേ ആ ഒരു സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും. ഡിസ്ക്രിപ്ഷൻ ഓഫ് എനി ഓർഗാനിസം ഷുഡ് ഇനേബിൾ ദ പീപ്പിൾ ഇൻ എനി പാർട്ട് ഓഫ് ദ വേൾഡ് ടു അറൈവ് അറ്റ് ദ സെയിം നെയിം. അതായത് നമ്മളിപ്പോൾ ഒരു പുതിയ സ്പീഷീസ് ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്താണ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറായിട്ട് വരുന്നത്. ഏതൊരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മളൊരു സ്പീഷീസിനെ കണ്ടു കഴിഞ്ഞാൽ, ഒരു പ്ലാന്റ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അനിമൽ ആയിക്കൊള്ളട്ടെ, അതിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം, ഓൾറെഡി ഉള്ള ഒരു സ്പീഷീസ് ആണെങ്കിൽ ആ ഒരു ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് നമുക്ക് ആ ഒരു സയൻറ്റിഫിക് നെയിമിൽ എത്താൻ പറ്റണം. ലോകത്തിലെ ഏതൊരു സ്ഥലത്ത് പോയിട്ട് നോക്കിക്കഴിഞ്ഞാലും സെയിം പ്ലാന്റിന് സെയിം നെയിം തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, തെറ്റായ രീതിയിൽ ഇത് പുതിയൊരു പ്ലാന്റ് ആണ് അല്ലെങ്കിൽ ഒരു പുതിയൊരു അനിമൽ ആണെന്നുള്ളൊരു വിവരണം വരാൻ ചാൻസ് ഉണ്ട്. ഈച്ച് നെയിം ഹാസ് 2 കമ്പോണൻസ്. ഇനി അടുത്ത് ഈ ഒരു നെയിമിൻ്റെ പെക്യുലാരിറ്റീസ് ആണ് പറയുന്നത്. ഈ ഒരു സയൻറ്റിഫിക് നെയിമിന് 2 കമ്പോണൻസ് ഉണ്ടായിരിക്കും. അതിൽ ആദ്യത്തെ എന്ന് പറയുമ്പോൾ ജനറിക് നെയിമും രണ്ടാമത്തത് സ്പെസിഫിക് എപ്പിത്തറ്റ്. ഇതെങ്ങനെയാണ് പറയുന്നത്. ജനറിക് നെയിം എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, അതിൻ്റെ ആ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ അനിമൽ എന്ത് ജീനസിൽ വരുന്നതാണ്, ഏത് ജീനസിൽ വരുന്നതെന്നുള്ളതാണ്. സ്പെസിഫിക് എപ്പിത്തറ്റ് എന്ന് പറയുമ്പോൾ അത് ഏത് സ്പീഷീസ് ആണെന്നുള്ളതാണ്. The system of providing a name with 2 components is called binomial nomenclature, which is given by Carl Linnaeus. അപ്പോൾ ഈ ഒരു 2 component naming സിസ്റ്റത്തിന് നമുക്ക് എന്ത് പറയാം, ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയാം. ഒരു രണ്ട് പേരുള്ള ജനറിക് നെയിമും സ്പെസിഫിക് എപ്പിത്തറ്റും ചേർന്നിട്ടുള്ളൊരു സയൻറ്റിഫിക് നെയിം കൊടുക്കുന്ന ആ ഒരു സിസ്റ്റത്തിന് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയാം. കോൾ ലിനേയസ് ആണ് ഈ ഒരു സാധനം അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം പ്രൊപ്പോസ് ചെയ്യുന്നത്. The scientific name of mango is written as Mangifera indica. In this name, Mangifera represents the genus, while indica is a particular species. അപ്പോൾ മാംഗോ നമുക്കറിയാം, മാമ്പഴത്തിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് മാഞ്ചിഫറ ഇൻഡിക്ക ആണ്. അതിൽ ഈ മാഞ്ചിഫറ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ജീനസ് നെയിമും അതുപോലെ ഇൻഡിക്ക എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഷീസ് നെയിമും ആണ്. ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി ഇൻ ലാറ്റിൻ and written in italics. They are Latinized or derived from Latin irrespective of their origin. അപ്പോൾ ബയോളജിക്കൽ നെയിംസ് എന്ന് പറയുന്നത് സാധാരണ ലാറ്റിൻ നെയിംസ് ആയിരിക്കും. അതിനെ നമ്മൾ ഇറ്റാലിക്സിലായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതുപോലെ ഇതിനെ ലാറ്റിൻ ചെയ്യുന്നത് അതിൻ്റെ ഒറിജിൻ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഈ ഒരു വേർഡിൻ്റെ ഒറിജിൻ എന്ത് തന്നെ ആയാലും നമ്മൾ അതൊരു ലാറ്റിൻ നൈസ് ചെയ്തായിരിക്കും എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. The first word in a biological name represents the genus, while the second component denotes the specific epithet. നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ജീനസ് നെയിമും സെക്കൻഡ് നെയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെക്കൻഡ് കമ്പോണൻ്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ജീനസ് നെയിമും അതുപോലെ സെക്കൻഡ് നെയിം എന്ന് പറയുന്നത് സ്പെസിഫിക് എപ്പിത്തറ്റും ആയിരിക്കും. Both the words in a biological name when handwritten are separately underlined or printed in italics to indicate their Latin origin.
അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നമ്മൾ ബയോളജിക്കൽ നെയിം എപ്പോഴും ഹാൻഡ് റിട്ടൺ കൈകൊണ്ട് എഴുതുമ്പോൾ സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്തേക്കണം. ജീനസ് നെയിം സെപ്പറേറ്റ് ആയിട്ടും സ്പീഷീസ് നെയിം സെപ്പറേറ്റ് ആയിട്ടും അണ്ടർലൈൻ ചെയ്തായിരിക്കണം എഴുതുമ്പോൾ, കൈകൊണ്ട് എഴുതുമ്പോൾ ചെയ്യേണ്ടത്. അതേസമയം നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന ടൈമിന് ആ ഒരു ലാറ്റിൻ ഒറിജിൻ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇറ്റാലിക്സിലായിരിക്കണം കൊടുക്കേണ്ടത്. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ അണ്ടർലൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇറ്റാലിക്സിൽ കൊടുത്താൽ മാത്രം മതി. The first word denoting the genus start with a capital letter while the specific epithet start with a small letter. ഇനി അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജീനസ് നെയിം ഫസ്റ്റ് വരുന്ന ജീനസ് നെയിം എന്ന് പറയുന്നത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷേ സ്പീഷീസ് നെയിം എന്ത് ചെയ്യണം, സ്മോൾ ലെറ്ററിലോ ആയിരിക്കണം. നമ്മളൊരു സയൻറ്റിഫിക് നെയിം എഴുതുമ്പോൾ ജീനസ് നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും, മറ്റേത് ഫുൾ എന്തായിരിക്കും, സ്മോൾ ലെറ്ററിൽ ആയിരിക്കും. സ്പീഷീസ് നെയിമും ഫുൾ സ്മോൾ ലെറ്ററിലായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ നെയിം ഓഫ് ദ ഓതർ അപ്പിയേഴ്സ് ആഫ്റ്റർ ദ സ്പെസിഫിക് എപ്പിത്തറ്റ്, ദാറ്റ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ബയോളജിക്കൽ നെയിം ആൻഡ് ഈസ് റിട്ടൺ ഇൻ എ അബ്രിവിയേറ്റഡ് ഫോം. എക്സാമ്പിൾ മാൻജിഫറ ഇൻഡിക്ക ലിൻ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദിസ് സ്പീഷീസ് വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ ലിനേഴ്സ്. അതായത് നമ്മൾ ഓതറിൻ്റെ പേരെഴുതുമ്പോൾ എപ്പോഴും സ്പീഷീസ് നെയിം കഴിഞ്ഞിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യേണ്ടത്. ഒരു സയൻറ്റിഫിക് നെയിമിൻ്റെ ലാസ്റ്റ് മിക്കവാറും അബ്രിവിയേറ്റഡ് ഫോമിലായിരിക്കും നമ്മളത് എഴുതുന്നത്. ഇനി ഇതിൻ്റെ എക്സാമ്പിളാണ് മാൻജിഫറ ഇൻഡിക്ക ലിൻ. അതായത് ലിനേയസ് ആണ് ഈ ഒരു സ്പീഷീസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു ഡിസ്കവർ ചെയ്ത സയൻറ്റിഫിക്കിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഓതറിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ടാണ് നമ്മൾ ഈ ഒരു ബയോളജിക്കൽ നെയിം അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിം കഴിഞ്ഞിട്ട് അവരുടെ പേരിൻ്റെ ഒരു അബ്രിവിയേഷൻ, ചില സമയത്ത് എൽ ഡോട്ട് എന്ന് മാത്രം കൊടുക്കുന്ന സിറ്റുവേഷൻസും ഉണ്ട്. അപ്പോൾ ഇത് മാൻജിഫറ ഇൻഡിക്ക ലിൻ. ഓതർ നെയിം എപ്പോഴും സ്പീഷീസ് നെയിം കഴിഞ്ഞിട്ട് അബ്രിവിയേഷനായിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. Then classification. Classification is the process by which anything is grouped into convenient categories based on some easily observable characters. അതായത് ഏതൊരു വസ്തുവിനെയും നമ്മൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ അറേഞ്ച് ചെയ്യുന്നു. അതിൻ്റെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഓർഗാനിസംസിനെ അല്ലെങ്കിൽ അതിനെ ഗ്രൂപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. The scientific term for we use to study organism categories is taxa. അപ്പോൾ നമ്മൾ ഓർഗാനിസത്തിൻ്റെ കാറ്റഗറി, ആ ഒരു ഓരോ കാറ്റഗറിയും ഡിനോട്ട് ചെയ്യുന്ന, ഈ ഒരു ക്ലാസിഫൈ ചെയ്യുന്ന ആ ഒരു കാറ്റഗറിയെ ഡിനോട്ട് ചെയ്യുന്നത് ടാക്സ എന്ന് പറയുന്ന സയൻറ്റിഫിക് ടേം യൂസ് ചെയ്തിട്ടാണ്. ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓൾ ലിവിങ് ഓർഗാനിസംസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറൻറ്റ് ടാക്സ. അപ്പോൾ ക്യാരക്ടേഴ്സ് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ലിവിങ് ഓർഗാനിസത്തിനെയും ഡിഫറൻറ്റ് ടാക്സയിലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ഒരു പ്രോസസ്സിനെ, ഈ ഒരു ക്ലാസിഫിക്കേഷൻ പ്രോസസ്സിനെ നമുക്ക് ടാക്സോണമി എന്ന് പറയാം. External and internal structure, the structure of cell, development process and ecological information of organisms are essential on the basis of modern taxonomic studies. അപ്പോൾ മോഡേൺ ടാക്സോണമിക് സ്റ്റഡീസ് നടത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഓർഗാനിസത്തിൻ്റെ എന്തൊക്കെ അറിയണം, എക്സ്റ്റേണൽ ഇൻറ്റേർണൽ സ്ട്രക്ചർ അറിയണം, അതുപോലെ സ്ട്രക്ചർ ഓഫ് സെൽ അറിയണം, ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ്, എക്കോളജിക്കൽ ഇൻഫർമേഷൻ, പിന്നെ ഇപ്പോൾ പുതിയ സിസ്റ്റംസ് അനുസരിച്ചിട്ട് എവല്യൂഷണറി ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ആ ഒരു ട്രെൻഡ്സും ഒക്കെ നോക്കാറുണ്ട്. ദെൻ ബേസിക് പ്രോസസ്സസ് ഓഫ് ടാക്സോണമി. ടാക്സോണമിയിൽ നമ്മൾ എന്തൊക്കെ ആണ് ബേസിക് ആയിട്ട് ചെയ്യുന്ന പ്രോസസ്സസ്, 4 പ്രോസസ്സസ് ഉണ്ട്. ക്യാരക്ടറൈസേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ. നമ്മൾ പറഞ്ഞു എന്താണ് അതിൻ്റെ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് എന്നുള്ളത് നോക്കി അതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും, എന്നിട്ട് അതിനെ ഡിഫറൻറ്റ് ടാക്സയിലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, എന്നിട്ട് അതിനെ നെയിം ചെയ്യുന്നു. ദിസ് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി വാസ് റെഫേർഡ് ടു അസ് സിസ്റ്റമാറ്റിക്സ്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു ടാക്സോണമി റിലേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു ബ്രാഞ്ചിനെ നമുക്ക് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയാം. ദ വേർഡ് സിസ്റ്റമാറ്റിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് സിസ്റ്റമ വിച്ച് മീൻസ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഓർഗാനിസംസ്. ഈ ഒരു സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന വേർഡ് വരുന്നത് സിസ്റ്റമ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ ഓർഗാനിസത്തിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് എന്നാണ് പറയുന്നത്. ലിനേയസ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ബുക്കിൻ്റെ ഒരു പബ്ലിക്കേഷൻ്റെ നെയിം കൊടുത്തിരിക്കുന്നത് സിസ്റ്റമാ നാച്ചുറ എന്നാണ്.